എന്തിനാണ് ഷോക്ക് അടിച്ചു പോലെ അവിടെ നിന്നത്? ഒരു സുന്ദരിയായ പെൺകുട്ടിയെ ഞാൻ കണ്ടടാ. എന്റെ മനസ്സിലവള് പതിഞ്ഞു. എനിക്ക് അവളെ മറക്കാനേ കഴിയുന്നില്ല. എന്താണ് ഇവനി പറയുന്നത്? നിന്റെ ബ്രെയിൻ എന്താ മരവിച്ചു പോയടാ? നമ്മളെ പിടിച്ചോണ്ട് വന്ന എന്തിനാണെന്ന് അറിയോ? നമ്മളെ തല്ലിയത് എന്തിനാണെന്ന് അറിയോ? നമ്മളെന്തിനാ ഇവിടെ കിടക്കുന്നത് അറിയോ? ഇതുവരെ അത് എന്തിനാന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കത് വ്യക്തമായിട്ട് അറിയാം. എന്തിനാ? ഇങ്ങോട്ട് നോക്കി പറ. ആ പെണ്ണ് ആരാണെന്ന് കണ്ടുപിടിച്ചു. മിണ്ടരുത്. വാ തുറന്നാ നിന്റെ മോന്ത കിട്ടുന്ന തരിഞ്ഞ് തോന്നിയാസം കാണിക്കുന്നു. ആ സമയത്ത് നീ എവിടെ പോയിട്ട് വന്നാടി? അമ്പലത്തില്. ആ നിന്റെ ചേച്ചി നടത്തിയ ക്ഷേത്ര ദർശനം തന്നെ ധാരാളം. ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ നിന്റെ കാലിന്റെ മുട്ടി ഞാൻ തല്ലി ഓടിക്കും. അപ്പൊ ഞാൻ കോളേജിൽ അവിടെ ഇനി ആരുടെ പിന്നാലെ ചുറ്റാൻ വേണ്ടിയാടി? ഞാനോ? എന്തു കുറവാ നിങ്ങൾക്ക് ഇവിടെ വരുത്തിയിട്ടുള്ളത്? ആഗ്രഹിച്ച എല്ലാം തന്ന് ഒന്ന് ശാസിക്കുക പോലും ചെയ്യാതല്ലേ നിങ്ങൾ അദ്ദേഹം വളർത്തിയത്? എത്ര ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട്? ആ മനുഷ്യനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ അടി മനസ്സ് വന്നത്? ഞാനോ? പെൺകുട്ടിയെ ശാസിച്ച് വളർത്തിയില്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറം ഇവിടെ സംഭവിച്ചിരിക്കും. ചെറുപ്പകാലത്ത് ഞങ്ങൾ താഴ്ത്തിയിട്ട തല ഇപ്പോഴും നിവർത്താതെയാണ് ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ ചാടിത്തുള്ളി നടന്നിട്ടില്ല. ഇങ്ങനെ വളർത്തിയ എങ്ങനെ ഓടിപ്പാതിരിക്കും? ഇപ്പൊ നിന്നെ കാണുമ്പോ എനിക്ക് അമ്പലത്തിലെ മണിയാ ഓർമ്മ വരുന്നത്. ദൈവത്തിനെ കാണാൻ വരുന്നവരൊക്കെ എടുത്തിട്ട് അടിക്കുന്നത് പോലെ ശുഭലക്ഷ്മി ചേച്ചി ആ ബാബുവിന്റെ കൂടെ ഇറങ്ങിപ്പോയതോടെ നിനക്കും അതേ ഗതിയായി. അവര് തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ പോയത്. നിനക്ക് ചേച്ചിയോട് ദേഷ്യമൊന്നുമില്ലല്ലോ? എനിക്കിത് ഓർക്കുമ്പോഴേ ദേഷ്യം വരെ. ദുഷ്ടത്തി. പ്രേമിക്കാം, ഒളിച്ചോടി പോവാ, കഴിഞ്ഞല്ലോ. ഇന്നലെ ഒരു അനുജത്തിയുണ്ട്. അവളുടെ അവസ്ഥ എന്താ, അവളുടെ ജീവിതം എന്താകും എന്നൊന്നും ഒരു നിമിഷം പോലും ആലോചിച്ചില്ലല്ലോ. അതുകൊണ്ട് അവളെ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് അവരെന്നെ അതും ഇതൊക്കെ പറയുന്നു. എന്റെ അച്ഛൻ മാത്രം വിശ്വസിച്ചാൽ മതി. എനിക്ക് അങ്ങനെ ആരെയും വിശ്വാസമില്ല. രാമു, നീ പോയി ചിന്നോട് പറഞ്ഞാൽ മതി. എന്താ അച്ഛാ ഇത്? ഇന്നലെ വരെ എല്ലാരും എന്നെ കൊച്ചുകുട്ടിയെ പോലെ നോക്കിയിരുന്നു. എന്നാൽ ഇപ്പോഴാണെങ്കിൽ ഞാനെന്താ തെറ്റ് ചെയ്ത പോലെയോ അവരെല്ലാരും എന്നെ വഴക്ക് പറയുന്നു. എന്റെ മക്കളെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. അവരൊരിക്കലും തെറ്റിയില്ല. തെറ്റ് ചെയ്തത് അവളല്ല, അവൻ അവളെ വശീകരിച്ചതാ. എന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനൊന്നും ഉണ്ടാവില്ല അച്ഛാ. ഇങ്ങോട്ടേക്ക് കയറി പോകുന്നത് അവരാരെന്ന് വിചാരിച്ചത്? ചെറുപ്പക്കാരന്മാരാ. കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ വീട് പോയത് എന്നെ. ഇതറിയാഞ്ഞതുകൊണ്ടല്ലേ നിന്റെ ചേച്ചി വീണതും ചാടി പോയതൊക്കെ. ആണുങ്ങളുടെ ഊഴം കഴിഞ്ഞെന്നാ തോന്നുന്നത്. ഇനി പെണ്ണുങ്ങളുടെ ഊഴാ. ഇത്ര നാളെ എന്റെ മോള് എല്ലാ കാര്യം എന്നോട് പറയായിരുന്നു. ഈ ഒരു കാര്യം മാത്രം എന്തുകൊണ്ടോ അവൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചത്. അദ്ദേഹത്തോട് പറയാൻ പേടിയാണെങ്കിൽ അവൾ എവിടെയുണ്ടെന്ന് എന്നോട് പറ. നിങ്ങൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. അയ്യോ ഈ അമ്മ ഇങ്ങനെ ചോദിച്ചാൽ ആരെങ്കിലും പറയൂ? അമ്മേ, ഇതിൽ പേടിക്കാനൊക്കെ എന്തിരിക്കുന്നു? അറിയുമെങ്കിൽ ഞങ്ങൾ പറയുമായിരുന്നില്ലേ? സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ചോദിക്കേണ്ട പോലെ ചോദിച്ചാലേ ഉമ്മാരെ പറയത്തുള്ളൂ. ഞാൻ ചോദിക്കാന്നേ. നീ മിണ്ടാതെ പോയേ. നീ പോ, നിന്റെ ഇഷ്ടം. ഹലോ, ആരാ? അമ്മ അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാ. എന്റെ ചേച്ചി എവിടെ ഉണ്ടെന്ന് ഒന്ന് പറയോ പ്ലീസ്? ഓ, ശുഭലക്ഷ്മിയുടെ അനിയത്തിയാ? വാ വാ വാ. നിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. തലയിലെടുത്ത് നോക്കണേ. രാവിലെ അച്ഛൻ, അത് കഴിഞ്ഞ അമ്മ, ഇപ്പതേ അനിയത്തി. ഇവരുടെ ശല്യം സഹിക്കാതെ ആ പാവം പെണ്ണ് സ്ഥലം വിട്ടെന്ന് എനിക്ക് തോന്നുന്നേ. ആരായാലും പോയി പോ. ഒന്ന് നോക്കൂന്നേ. നോക്കാനാ? അയ്യേ, മുഖം കാണിച്ച് സംസാരിക്കേ. എന്റെ അമ്മ, നിങ്ങളെ ചെറുപ്പക്കാര് ഞങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി വീഴ്ത്തി കളയും. അതുകൊണ്ടാണോ ഇങ്ങനെ വയറ് കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്? അയ്യോ, അങ്ങനെയല്ല സർ. എന്റെ ചേച്ചിയെ കിട്ടിയാലേ എനിക്കൊരു സമാധാനമുള്ളൂ. ദുരുദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി മോളെ. കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷ അനുഭവിക്കണം. മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നോ? മനസാക്ഷിയോ? ഇപ്പൊ അത് ആർക്കാ ഉള്ളത്? എനിക്കുണ്ട്. പിന്നെ എന്റെ അച്ഛന്. ഓഹോ, ഇനി ഒരാൾക്കും കൂടി ഉണ്ട്. അതാർക്കാ? എനിക്ക്. അങ്ങനെയാണെങ്കിൽ എന്റെ വിഷമങ്ങൾ എളുപ്പം മനസ്സിലാവില്ലേ? പുറത്തുള്ള എനിക്കും അകത്തുള്ള നിങ്ങൾക്കും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെ ഇപ്പൊ വീട്ടുകാർ എന്റെ മേലെ കുതിര കയറുക.
ഇപ്പൊ എന്റെ ചേച്ചി എവിടെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാനും രക്ഷപ്പെടും, നിങ്ങളെ വെറുതെ വിട്ടേക്കും. ഹലോ, ഇവിടെ ആരും നീ വിചാരിക്കുന്ന പോലെ നിന്റെ അച്ഛനെ പേടിച്ച് കഴിയൊന്നുമില്ല. എന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയാ ഞാൻ ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ എന്താ ആവശ്യം? ഏയ് ഒന്നുമില്ല. അതൊക്കെ പറയുന്നത് എന്തിനാടാ? അറിയട്ടെടാ, ആരാ സഹായിക്കുന്നെന്ന് പറയാൻ പറ്റില്ല. എന്താ ആവശ്യം നീ പറഞ്ഞില്ലല്ലോ. എനിക്ക് നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിഞ്ഞാലോ? അയ്യോ ഏയ്, ശരിക്കും നീ എന്നെ സഹായിക്കൂ? അയ്യോ, കാര്യമായിട്ട് പറഞ്ഞതാ. ആണോ? അയ്യോ കൊച്ചേ, ഇവൻ പറയുന്നത് കേട്ടോ. കേട്ടോ, നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ നീ പറയുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തു. നിന്റെ ചേച്ചിയെ ഞാൻ കണ്ടുപിടിച്ചു തരാം. അത് മതി സർ, പറഞ്ഞോളൂ. ഞാനൊരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടു. ഞാൻ അവളെ സ്നേഹിക്കുന്നു. നീ അവൾ ആരാണെന്ന് കണ്ടുപിടിച്ച് പറയണം. അത്രയ്ക്ക് ധൈര്യമുണ്ടോ നിനക്ക്? ഞങ്ങളുടെ വീട്ടിലിരുന്ന് എന്നോട് പെണ്ണന്വേഷിക്കാൻ പറയുന്നു. ഞാൻ ആരാന്ന് അറിയാൻ പോലെയുള്ളൂ. നിന്നെ പുലർത്താൻ കാരണമല്ലേ എന്റെ കുടുംബം ഈ അവസ്ഥയിലായത്. വീണ്ടും ഈ നാട്ടിലാർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നീ കരഞ്ഞ് യാചിച്ചാൽ പോലും വെറുതെ വിടില്ല. നിനക്ക് എന്റെ അച്ഛനെ ശരിയാവും. അയ്യോ വേണ്ട. ഇപ്പൊ നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഏയ്, ഇന്നലെ വന്ന ഉടനെ ഒരുത്തിയ നോട്ടായിട്ടത്രേ. അതിന് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യണമെന്ന്. അച്ഛനൊന്ന് വന്നോട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓവർ കേട്ടോ. അയ്യോ, ദേഷ്യം കൊണ്ട് എന്നെ നാളെ ചൊറിഞ്ഞു വരുന്നുണ്ട്. എന്താ നീ അച്ഛനോട് ഇപ്പൊ പറയാൻ പോകുന്നത്? അല്ലെങ്കിൽ തന്നെ നിന്റെ അവസ്ഥ ഇപ്പോ ഇതാ. എന്തായാലും കുഴപ്പമില്ല, ഇതുപോലുള്ള കാര്യങ്ങൾ തുടക്കത്തിൽ നിർത്തണം. നീ എന്ത് പണിയായി കാണിച്ചേ? എന്നെ നീ എന്നെ തള്ളിയിട്ടത്. ഞാനോ? പിന്നല്ലാതെ ദേഷ്യം തീർക്കണം ഇങ്ങനെയല്ല. എന്റെ എല്ലാമായ സുബലം ആയിരങ്ങളോടെ ബാബു. എടി ദുഷ്ടത്തി, നിന്റെ ലൈറ്റ് എന്തിനാ എന്റെ മുന്നിൽ വെച്ചിരിക്കുന്നേ? അയ്യോ, ഞാൻ കണ്ടാൽ വേഗം മറന്നു. അയ്യോ, കുഴപ്പമായി. ബാബുന്റെ നെരുവിൽ ടിക്കറ്റ് തീർന്നു. എടി, നീ ഇത് വേഗം കൊണ്ടുപോയി കാണിച്ചു വാ. പേടിയാ. അയ്യോ, കണ്ടാ കൊണ്ടുപോയി. എന്താ മാമ? എന്താ ഇത്? എന്താ ഇത്? നിന്റെ ചേച്ചിയുടെ ലവ് ലെറ്ററുമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്നെങ്ങനെ സംശയിക്കുന്ന എന്തിനാ മാമ? ആർക്കെങ്കിലും ഇതിന് ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ ആരാ എന്താ എന്നൊന്നും നോക്കാതെ ഒന്ന് കൊത്തിയരിയും ഞാൻ. എല്ലാം കത്തിച്ചു കളഞ്ഞില്ലേ? എന്ത് പറയാനാ, നിന്റെ അവസ്ഥ എലിമടയിൽ നിന്ന് നേരെ പുലിമടയിലേക്ക് വീണതുപോലെയാ. എന്ത് പറ്റിയടി? ധൃതിയില് ഞാനതെടുത്ത് ആ ഷെഡിന്റെ ഉള്ളിലേക്കാ ഇട്ടത്. ഷെഡിലേക്ക് എടുത്തിട്ടുണ്ടോ? ദൈവമേ, എടി മാവി കൊല്ലുന്നില്ല. ചെല്ല്, വേഗം ചെന്നവരോട് ചോദിച്ചു എനിക്ക് വയ്യ. അല്ലെങ്കിൽ തന്നെ ഇവിടെ എല്ലാവരും എന്നെ കടിച്ചു കയറാൻ നിൽക്കും. ഇനി ഇത് അവന്റെ കയ്യിലങ്ങനെ കിട്ടും, എന്റെ കാര്യം തീർന്നടി. ഇങ്ങോട്ട് വാ സാറേ, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞങ്ങൾ നിരപരാധികളാണെന്ന് തെളിയിച്ചു തരാം. നീ ഇവിടെ തന്നെ നിന്നാരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. ഇപ്പൊ വന്നേക്കാം. ഇതല്ല ഇന്ന് അയാളുടെ ബോംബൊക്കെ തെറിഞ്ഞു കൊടുക്കാം. വേണ്ട സർ, പ്ലീസ്. എന്തോന്ന് വേണ്ടെന്ന് ചെയ്യേണ്ടത് മുഴുവൻ നീ ചെയ്തിട്ട് തല്ലി മുഴുവൻ ഞങ്ങൾക്കോ? വിളിക്കില്ല നിന്റെ അച്ഛൻ. നമുക്കിവിടെ ജീവിക്കേണ്ടതാ. നീലേണ്ട സാറേ, വരണം സാറേ. നീ വാ. ഒച്ച വെക്കല്ലേ പ്ലീസ് സർ. ഇനിയെങ്കിലും ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ ഞാൻ എനിക്ക് കാല് പിടിക്കാം. മുഖത്ത് നോക്കി സംസാരിക്കേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളല്ലേ. പോയി ഷൂ എടുത്തിട്ടോ പോ. വീട്ടിൽ പോവാ. അപ്പൊ ഞാൻ നിന്റെ പേരെന്താ മോളെ? പീനാന്നാ. നിന്റെ അച്ഛൻ ഇപ്പൊ വീട്ടിലുണ്ടോ മോളെ? എന്തിനാ സർ? വിളിക്കേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നോട് പറഞ്ഞോളൂ സർ. എന്നോട് പറയുന്നത് എന്റെ അച്ഛനോട് പറയുന്ന ഒരുപോലെയാ. ഇനി എന്തുവാ സംസാരിക്കാനുള്ളത്? പോടാ. അടങ്ങടാ, പറയാനുള്ളത് കേക്കട്ടെ. സർ, കടലാസ് അങ്ങ് തന്നേക്ക് സർ. അയ്യോ, കടലാസ് അല്ല, ഇതിനെയാണ് ലവ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ലവ് ലെറ്റേഴ്സോ? അത് പോട്ടെ, നിന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ല ഭംഗിയുള്ളതാണല്ലേ. അതെങ്ങനെ അറിഞ്ഞു? എനിക്കല്ല, നിന്റെ ചേട്ടനെ അറിയാവുന്നത്. ഈ ലെറ്റേഴ്സ് നിന്റെ ബുക്കിൽ വെച്ചിട്ടാ അവന് കൊടുത്തത്. അതെയോ? അതെ, ദേ നോക്കേ, ആ കാര്യവും ഈ ലെറ്റേഴ്സിലുണ്ട്. സർ, പ്ലീസ് സർ. ഹാപ്പി ഡേ സിനിമ നീ വളരെ ഹാപ്പി ആയിട്ട് കണ്ടല്ലേ? ടിക്കറ്റ് ആരാ മോളെ തന്നെ? ചേച്ചിയാ? അല്ല, പൂച്ചയാ. ചേട്ടൻ എന്ന് പറയും മോളെ, പാവം ബ്ലാക്കിലാ വാങ്ങിച്ചത്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ദേ ഇതിലുണ്ട് മോളെ. അതുപോലെ നിനക്ക് ഹൃത്തിക് റോഷനെ ഇഷ്ടമാണല്ലേ? അത് അതിലുണ്ടോ സർ? ചിലപ്പോ കാണുമായിരിക്കും. എന്റെ അമ്മോ, രണ്ടുപേർക്കും വേണ്ടി മെയിൽ സർവീസ് നടത്തിയിട്ട് ഒന്നും അറിയാത്ത ഞങ്ങൾക്ക് വാണിംഗും ഭീഷണിയോ? മോള് ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ലോ. അത് അങ്ങനെയൊന്നും അല്ല സർ. സാറാ ഇതിനു മുമ്പ് പോടാ വാടാന്നൊക്കെ വിളിച്ചതാ? വിളിച്ചിരുന്നോ? ചിലപ്പോ വിളിച്ചു കാണും സർ. അപ്പോഴെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സർ. അവളോട് ഇത്ര സംസാരിക്കാൻ എന്താടാ? വിളിക്കടാ. നീലകണ്ഠ സാറേ, നീലകണ്ഠ സാറേ. അയ്യോ, വേണ്ട സർ, വേണ്ട സർ. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാം സർ. ഇനി നിന്റെ സഹായമൊക്കെ ആർക്കാ വേണ്ടത്? അത് കേൾക്കടാ. അയ്യടാ, നിനക്കല്ലേ സഹായം വേണ്ടത്, എനിക്ക് വേണോടാ. ഇപ്പൊ അങ്ങനെയാ. ഇനി നമ്മൾ എന്ത് ചെയ്യും?
ഇതിലുണ്ടെന്ന് പറഞ്ഞ എല്ലാം എടുത്ത് കൊടുത്തില്ലേ? ഇനി ഇവിടെ തന്നെ കിടന്നോ? ഓയ് ഇപ്പൊ പറഞ്ഞ കാര്യമായിട്ടല്ലേ? തീർച്ചയായും സഹായിക്കാം സർ. ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാവോ? അയ്യോ, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല സർ. അയ്യോ അത് കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്തല്ലേ എല്ലാരും പഠിക്കുന്നത്. അച്ഛനെങ്ങനെ അറിഞ്ഞ കൊന്നു കളയും സർ. ഇത്രയും നാള് നിന്നെ കുറിച്ചും നിന്റെ അച്ഛനെ കുറിച്ചൊക്കെയാണല്ലോ നീ ആലോചിച്ചത്. ഇനി നീ എന്നെ കുറിച്ചും എന്റെ പ്രേമത്തെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്, മനസ്സിലാക്കുക. എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങളെ കുറിച്ച് ആലോചിക്കായിരുന്നു സർ. ആ പെൺകുട്ടി എങ്ങനെയാണെന്നൊന്ന് പറയാമോ? നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മര്യാദയ്ക്ക് പുറത്തു വാ. പറഞ്ഞ കേട്ടില്ലേ? ആ വാ. അന്വേഷിച്ചോ? എന്നിട്ട് കിട്ടിയോ? ആ പെൺകുട്ടി അന്വേഷിച്ച് കിട്ടിയോന്നാ ചോദിച്ചത്. അന്വേഷിച്ചു സർ, പക്ഷെ കിട്ടിയില്ല. ദേ കള്ളം പറഞ്ഞാണ്ടല്ലോ. ഈ നാട്ടിൽ എത്ര വീടുകളുണ്ടെന്ന് നിനക്കറിയോ? 617. ഇനി ഇവിടെ വിവാഹം കഴിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ടെന്ന് അറിയോ? 39. ഇതിനകത്ത് കിടന്നുകൊണ്ട് ഇത്രയൊക്കെ വിവരങ്ങൾ ഞാൻ കളക്ട് ചെയ്തില്ലേ? മൂക്കുമുട്ടി തിന്നുകൊണ്ട് വെറുതെ ഇങ്ങനെ കുത്തിരിക്കാതെ പുറത്തിറങ്ങി അന്വേഷിക്കാത്ത എന്താ? വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ എന്റെ കാല് തല്ലി ഒടിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. വലിയ അഭ്യാസം കൊടുക്കല്ലേ? നിന്റെ അച്ഛനാ എന്നെ ഇതിനകത്ത് പിടിച്ചിട്ടിരിക്കുന്നത്. ഈ പറയുന്ന അച്ഛൻ തന്നെയാ എനിക്ക് ഈ നാട്ടിൽ കറങ്ങാൻ കാവലിന് ആളെ വിട്ടു തന്നത്. കുറച്ച് ബുദ്ധി വേണം. തലയ്ക്കകത്ത് എന്താ വെള്ളരിക്കയാ? എനിക്ക് അങ്ങനൊന്നും അറിയില്ല. നിങ്ങളുടെ അത്ര ബുദ്ധി എനിക്കില്ല സാർ. ആരും ഇല്ലാത്ത സമയം നോക്കി ഡോറ് തുറന്ന് അകത്ത് കയറി മോഷ്ടിക്കാൻ നന്നായിട്ട് അറിയാലേ? ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്നെ വിട്ടേക്ക് സാർ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ വലിയ പ്രയാസാണെന്ന്. പ്രയാസോ? അത് വലിയ എളുപ്പമാണെന്ന് ഇപ്പൊ ഒരു ജോഡി ഇവിടെ തെളിയിച്ചതല്ലേ? ആ പെണ്ണ് എന്റെ കൂടെ വരാനുള്ള ധൈര്യം മാത്രം കാണിച്ചാൽ മതി. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായാൽ മാത്രം മതിയോ? ആ പെണ്ണിനും കൂടി ഉണ്ടാവണ്ടേ? എന്നെ ഇഷ്ടപ്പെട്ടാലേ ധൈര്യം താനേ വന്നോളൂ. അതിന് ഇഷ്ടപ്പെടണ്ടേ? നീ തന്നെ പറയാറുണ്ടല്ലോ, ഒരു തവണ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാ വീണ് പോകുന്നു പറയാറില്ലേ? അല്ലെങ്കിൽ തന്നെ ഇഷ്ടപ്പെടാതിരിക്കും എനിക്ക് എന്താ ഒരു കുറവ്? ഇപ്പോ നിനക്ക് പോലും എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടപ്പെട്ടാലും പറ്റില്ല. ഈ നാടിനെ കുറിച്ച് അറിയാത്തോണ്ടാ. എന്ത് ചെയ്യുന്നു പറഞ്ഞാലും ഒന്നും പറ്റില്ല. ഒത്തിക്കൊണ്ട് പറക്കും. നിന്റെ ചേച്ചി എന്റെ ഫ്രണ്ട് കൊണ്ടുപോയതുപോലെ അവളെയും ഞാൻ കൊണ്ടുപോകും. ദൈവമേ, അയാൾ അന്വേഷിക്കുന്ന പെണ്ണിനെ അയാൾക്ക് വേഗം കാണിച്ചു കൊടുക്കണേ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണേ. മാറുന്നില്ലടാ, വന്ന വഴി അത്രയും തിരിച്ചോടാനുള്ളതാ. കൃഷ്ണ, നമുക്ക് പോകണ്ട ഇങ്ങോട്ടല്ലടാ, അങ്ങോട്ടാ. അത് ആ പെണ്ണാടാ. എടാ, നമ്മൾ അവിടുന്ന് ചാടി പോകുന്ന ഈ പെണ്ണിനെ കാണാൻ വേണ്ടിയാടാ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന്. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാടാ ഇത്. സ്നേഹിക്കുന്ന നീ എന്നോട് ഇത് ചെയ്തത് എന്തിനാടാ? വന്നടാ അതിന്റെ പോസ്റ്റ് ബോക്സ്. അന്വേഷിച്ചോ? ആരാണെന്ന് അറിഞ്ഞോ? എന്റെ അമ്മ സത്യമായിട്ടും അന്വേഷിച്ചു സാർ. അതായത് ഈ നാട്ടില് മൊത്തം 617 വീടല്ല സാർ, 642 വീടുണ്ട്. വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ 39 അല്ല സാർ, 44 പേരുണ്ട്. എല്ലാരോടും ഞാൻ മാറി മാറി ചോദിച്ചു. ഞാനാ ഏറ്റവും സുന്ദരി എന്നാ പറയുന്നത്. അവരത് വെറുതെ പറയുന്നതാ. എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയത് സാർ. ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? ഒരിടത്തും കാണാനില്ല. ആരെങ്കിലും അറിഞ്ഞ എന്നെ കൊന്നു കളയും. ഇനി വേണേൽ എന്നെ കൂടെ ഒന്ന് കണ്ടോളൂ. സാരമില്ല, ടെൻഷൻ അടിക്കണ്ട. ഇനി ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. ദൈവമായിട്ടാ ആ പെണ്ണ് എവിടെയുണ്ടെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ഒരു വഴി എനിക്ക് കാണിച്ചു തന്നത്. ഈ ക്ലൂ കൊണ്ട് അവൾ എവിടെയുണ്ടെന്ന് ഇനി ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതിങ്ങ് തരൂ സാർ. കണ്ടുപിടിച്ച എന്റെ ടെൻഷൻ അങ്ങ് പോവല്ലോ. അവള് കാരണം എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. വീട്ടിൽ നിന്നുള്ള വഴക്ക് വേറെയും. ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും
അപ്പൊ നീ ഞങ്ങളുടെ മുമ്പിൽ നാടകം കളിക്കായിരുന്നല്ലേ? ആ ബാബുവിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യത്തിൽ നിന്റെ പേര് പറഞ്ഞ ആരാന്ന് ചോദിച്ചു നീ ഞങ്ങളുടെ തട്ടിക്കയറില്ലേ? എന്നിട്ട് ഇതുവരെ ഞങ്ങളോട് പറയുന്നത് കൃഷ്ണ ഒന്ന് പതുക്കെ 3 അടി ഇടിയപ്പോ 300 സ്ഥലങ്ങളുടെ പേര് പറഞ്ഞു. ഒന്നുകൂടി കിട്ടിയാൽ നിങ്ങൾ അഡ്രസ്സും പറയും. അങ്ങനെയുള്ള നിങ്ങളോട് എങ്ങനെയാണ് പറയുന്നത്? അവൾ നമ്മ കരഞ്ഞുകൊണ്ട് നിന്റെ കാല് പിടിക്കാൻ വേണ്ടി ഇവിടെ വന്നില്ലേ? അപ്പോഴെങ്കിലും നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഒരിക്കലുമില്ല. അവളുടെ അമ്മയുടെ കരച്ചിലോ അച്ഛന്റെ പെരട്ടിലോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. നമ്മുടെ ബാബു ആ പെണ്ണ് സന്തോഷമായിട്ടിരിക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. സമ്മതിച്ചു. നിന്റെ അത്രയും കടിച്ച് ഞങ്ങൾക്കില്ല. ഇവിടെ വന്ന് ഇത്രയൊക്കെ അനുഭവിച്ച പോരാഞ്ഞിട്ട് നീ അവിടെ പോയി അവരെ സഹായം ചെയ്യുന്നടാ. എന്റെ ഫ്രണ്ടാണ് അവൻ. ഹെൽപ്പ് ചെയ്യാൻ ഞാൻ വാക്ക് കൊടുത്തതാ. അവർക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ എന്റെ ജീവനം കൊടുത്തോ? അങ്ങനെയാ വേണ്ടത്. ഫ്രണ്ട്സിന് വേണ്ടി ജീവൻ വരെ കൊടുക്കണം. പക്ഷെ ഇവിടെ വന്ന് വീണ്ടും പ്രേമം മണ്ണാങ്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊലക്ക് കൊടുക്കുന്ന എന്തിനാടാ? ഞങ്ങൾ നിന്റെ ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ് അല്ലേ? അപ്പൊ എനിക്ക് വേണ്ടി നിങ്ങളും ജീവൻ തരണ്ടേ? വേണ്ട. ഇതിന് ഞങ്ങൾ കൂട്ടി നിൽക്കില്ല. ഇത് നിന്റെ സ്വാർത്ഥതയാ. ആർക്കാടാ സ്വാർത്ഥത ഇല്ലാത്ത? നിനക്ക് നിന്റെ ജീവൻ, ആ നീലകണ്ഠന് അയാളുടെ അന്തസ്സും അഭിമാനവും. എന്നോട് ജനലിലൂടെ സംസാരിക്കൽ ഒരുത്തി. അവളുടെ പേരെന്താ? ആ പെണ്ണിന് ലോകം എങ്ങനെ പോയാലും പ്രശ്നമല്ല, ആർക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമല്ല. അവള് മാത്രം സേഫ് ആയിരിക്കണം എന്നുള്ള വിചാരമേ ഉള്ളൂ. അതുപോലെ തന്നെ എന്റെ പ്രേമവും എന്റെ സ്വാർത്ഥതയാ. എടാ ഏതൊരു പെണ്ണടാ, മൊത്തം അവള് കേട്ടടാ. എന്റെ അമ്മേ, നിനക്കിപ്പോ സമാധാനമായല്ലോ അല്ലേ? അത് അവള് തന്നെ ആയിരിക്കും. നീ ആളെ ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ലല്ലോ. എത്ര തന്ത്രപരമായിട്ടാണ് നീ അവനിൽ നിന്ന് രക്ഷപ്പെട്ടത്. അവനെ നമ്മൾ വിചാരിച്ചതുപോലല്ല. ഇത്രയും നാളും ചേച്ചിയും ബാബുവിനെ സഹായിച്ചിരുന്നത് അവനാ. അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് അവനാ. അതെയോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി ഒന്നും ചെയ്യണ്ട. ഇതിനി തല വെച്ച് കൊടുക്കാതിരിക്കുന്നതാ നമുക്ക് നല്ലത്. അവന്മാരെ പിടിച്ച് പുറത്തേക്ക് നോക്കടി, നോക്ക്. ഇവരിൽ ആരാണെന്ന് പറയാൻ. നോക്കടി, നിന്റെ അച്ഛനെ നോക്ക്. എങ്ങനെ വളർത്തിയതാടി നിങ്ങളെ? നിന്റെ ചേച്ചി കാരണമല്ലേ നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ തലകുറിച്ച് നിൽക്കേണ്ടി വന്നത്? ഇവരിൽ ആരാണെന്ന് പറ. പറയടി. ഇവരിൽ ആരോ അത് ചെയ്തതെന്ന് എനിക്കറിയണം. അവനെ ഈ മുറ്റത്തിട്ട് വെട്ടി നോക്കും ഞാൻ. അവനാണോ അവനെ രക്ഷപ്പെടുത്തിയത്? പറയടി, ഇവനാണോ? ഇവനല്ലേ? ഇവനാണോ നോക്ക്? അയ്യോ, അവനാണോ? പറയാൻ. നോക്കിട്ട് പറ. എനിക്ക് നോക്ക്. ഇവനല്ലേ? തന്നെയാണോ? അയ്യോ, ഇവനാണോ? ആണോ? പറ, ഇവനല്ലേ? പറയടി. ഓടോ അങ്ങോട്ട്. ഇവനാണോ? നോക്ക്. ഇവനാണോ? ഇവനാണോ? പറ. നോക്കി പറ മീന, ഇവനല്ലേ? നോക്കടി, ഇവനാണോ? പറയാൻ. ഓടോ അവിടുന്ന്. മീന, പറ. പറ മീന, ഇവനല്ലേ അവരെ രക്ഷപ്പെടുത്തിയത്? പറ. 5 ദിവസമായിട്ട് ഞങ്ങൾ ആഹാരം പോലും കഴിക്കാതെ അവരെ തിരയുക. മനസ്സിലാകുന്നില്ല നിനക്ക്? നോക്ക്. എനിക്ക് നോക്കി പറ. പറഞ്ഞില്ലേ? പറയടി. പറയാൻ കഴിയാത്തതിലല്ല വിഷമം. കണ്ടാൽ എന്താകുമെന്ന് ഓർത്താം. ഇവൻ തന്നെയല്ലേ അവനെ രക്ഷപ്പെടുത്തിയത്? ഇവൻ തന്നെയല്ലേ ചോദിച്ചത്? നോക്കടി, ഇവൻ തന്നെയല്ലേ? ഇവനല്ലേ അവൻ ചെയ്തത്? കണ്ണു തുറന്ന് നോക്കി പറയടി. നോക്കി പറ മീന.
മീന എനിക്ക് നോക്കി പറ മീന. ഇവൻ തന്നെയല്ലേ അത്?